എൻ്റെ അമ്മേ, പരിശുദ്ധ അമ്മേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മേ, എനിക്ക് ഈ പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കാനാവില്ല. എനിക്കിന്ന് ജോലിക്ക് പോകാൻ തന്നെ ഒട്ടും മനസ്സ് വരുന്നില്ല. ഇന്നാണ് റോസിൻ്റെ അബോർഷൻ ഡേ. അമ്മേ, ഒരിക്കലും ഒരു അബോർഷൻ അസിസ്റ്റ് ചെയ്യാൻ ഇടവരരുതേ എന്ന് എൻ്റെ ആഗ്രഹം അമ്മയ്ക്കറിയാമല്ലോ. ഈ കൊലപാതകത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ അനുവദിക്കരുതേ. 2 കുട്ടികളുണ്ട് എന്നതാണ് അമ്മ അവളുടെ കാരണം. അമ്മയ്ക്കറിയാമല്ലോ, ഒരു കുഞ്ഞിന് വേണ്ടി കൊതിക്കുന്ന എത്രയോ പേരെയാണ് ഞാൻ ദിവസവും കാണുന്നത്. സ്വന്തം കുഞ്ഞല്ലേ അമ്മേ. ആ കുഞ്ഞിനെ കൊല്ലാനുള്ള റോസിൻ്റെ തീരുമാനം മാറാൻ അമ്മ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. അമ്മ, എന്നെ കൊല്ലല്ലേ അമ്മ. അമ്മ, മിടുക്കി, മിടുമിടുക്കി, എത്ര നല്ല തീരുമാനമാണ് നീ എടുത്തത്. നാളെ ഈ കുഞ്ഞ് എന്നേക്കുമായി ഇല്ലാതാകും. നീ സ്വതന്ത്രയാകും. എന്തൊരു നാണക്കേടിൽ നിന്നാണ് നീ രക്ഷപ്പെടാൻ പോകുന്നത്. വല്ലവരും കേട്ടാൽ എന്തു പറയും? പിന്നെ നിന്റെ ഭർത്താവില്ല, നിന്റെ ആ പ്രിയതമൻ, അവനും നിന്നെ വെറുക്കാൻ തുടങ്ങും. എന്താണെന്നറിയാം, ഇനിയും ഒരു കുഞ്ഞിനെ കൂടി നീ പ്രസവിച്ച നിന്റെ സൗന്ദര്യമെല്ലാം പോകും. അവൻ ഉറപ്പായും നിന്നെ വെറുക്കാൻ തുടങ്ങും. ഈ പ്രായത്തിൽ ഒരു കുഞ്ഞോ എന്ന് ചോദിച്ച് നിന്നെയും നിന്റെ ഭർത്താവിനെയും നാട്ടുകാർ കളിയാക്കി കളിയാക്കി എനിക്കത് ഓർക്കാനേ വയ്യ. വേഗം ആ കൺസെന്റ് ഫോം ഒപ്പിട്ട് റെഡിയാക്കി വെക്കും. അങ്ങനെ രാവിലെ തന്നെ നമുക്ക് ഈ ശല്യത്തെ ഒഴിവാക്കാം. എന്താ നിനക്ക് ഒപ്പിടാൻ ഇത്ര ആലോചന? നിന്റെ മക്കൾ ഇതറിഞ്ഞാൽ എന്താ പറയുക എന്ന് ഓർത്തു നോക്കിക്കേ. മമ്മി, എന്തായി പറയുന്നത്? എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഞാനിനി എൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്കെത്ര വയസ്സായെന്ന് മമ്മിക്കറിയില്ല. കല്യാണ പ്രായമുള്ള മക്കളുള്ള ഒരു അമ്മയല്ലേ നിങ്ങൾ? ഞങ്ങളെപ്പറ്റി ഒരു നിമിഷം ഒന്നും ഓർത്തില്ലല്ലോ. സെൽഫിഷ് പാരൻസ്. കേൾക്ക്, നീ കേൾക്ക്. എന്തൊരു നാണക്കേട്. നീ ചിന്തിക്കേ, ഈ പ്രായത്തിൽ സമാധാനമായി ഈ ലോകസുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കണം. അത് ഒരു കൊച്ചിനെയും ഒക്കത്ത് വെച്ച് ഉള്ള സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ കളഞ്ഞ് ജീവിക്കണം. അത് മാത്രമാണോ? ഈ പ്രായത്തിൽ ഒരു കൊച്ചുണ്ടായാൽ നല്ല കുഴപ്പം ആ കൊച്ചിനും കാണും. ചിന്തിക്കേ, നീ ചിന്തിക്കേ. അമ്മയുടെ പൊന്നു വാവേ, ഇമ്മാനുവലാണോ ഇത്? അമ്മയുടെ യേശു കുഞ്ഞാണോ ഇത്? ഉമ്മ ഉമ്മ, ഒന്ന് ചിരിച്ചേ. വാവയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോട്ടോ. കൺമണി പൊന്നുണ്ണി
ഇതാരാ? മനസ്സിലായില്ലല്ലോ. ഒരു പാട്ട് കേട്ടല്ലോ. നിങ്ങളാണോ പാടിയത്? ഇവിടെ ഡോക്ടറെ കാണാൻ വന്നതാണോ? എൻ്റെ പേര് മേരി. മോളെ, ഞാനും മോനും ദാ നിന്നെ കാണാൻ വന്നതാണ്. നീ എന്തിനാ എൻ്റെ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരു കുഞ്ഞുവാവ നിന്റെ വയറ്റിലുള്ളതല്ലേ. നിന്റെ ഓരോ ചലനവും വികാര വിചാരങ്ങളും ആ കുഞ്ഞറിയുന്നുണ്ട്. മേരി, നിങ്ങളെങ്ങനെ അറിഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആന്ന്? എനിക്ക് മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടെന്ന് കൂട്ടിക്കൂ. നീ ഇങ്ങനെ വിഷമിക്കില്ലേ എൻ്റെ റോസ്. നീ എത്ര ഭാഗ്യവതിയാണ് റോസ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് മോളെ. നിങ്ങൾക്കതൊക്കെ പറയാം. നിങ്ങൾക്കിത് ആദ്യത്തെ കുഞ്ഞായിരിക്കും അല്ലേ? എനിക്കിത് മൂന്നാമത്തെയാ. അതുകൊണ്ടാ ഞാൻ. മോളെ റോസ്, അതിന് നീ ദൈവത്തോട് നന്ദി പറയുകയല്ലേ വേണ്ടത്. ചിലപ്പോൾ ഈ കുഞ്ഞായിരിക്കും നിനക്ക് അവസാന കാലത്ത് കൂട്ടാവുക. നിനക്കറിയുമോ, അബോർഷനെ അതിജീവിച്ച പലരും വിശുദ്ധർ വരെ ആയിട്ടുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഒരു ഉദാഹരണമാണ്. വിശുദ്ധന്റെ മാതാപിതാക്കൾ അബോർഷനെ നിരസിച്ചതുകൊണ്ടാണ് ഈ ലോകത്തിന് വിശുദ്ധനായ ഒരു പോപ്പിനെ കിട്ടിയത്. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉദരത്തിലൊരു ചലനം പോലെ. അമ്മ, അമ്മ, എന്നെ കൊല്ലല്ലേ അമ്മ. അമ്മ, ഒരു കുഞ്ഞു കരഞ്ഞില്ലേ ഇപ്പോ? നിങ്ങൾ കേട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ കേട്ടില്ല? ഞാൻ കേട്ടല്ലോ. റോസ്, ദൈവം അനുഗ്രഹിച്ചു നൽകിയ ഈ ജന്മം ഈ ഭൂമിയിൽ ലഭിക്കുവാൻ നിന്റെ കരുണയ്ക്കായി ആ കുഞ്ഞ് യാചിക്കുകയാണ്. ആ കുഞ്ഞിന്റെ കരച്ചിലിന് മുൻപിൽ ഒരല്പം കനിവ് കാട്ടാൻ സ്വന്തം അമ്മയായ നിനക്കല്ലാതെ മറ്റാർക്ക് കഴിയും റോസ്? മോളെ, ഈ പൊന്നോമനയ്ക്ക് ജന്മം നൽകാനായി ഞാൻ കടന്നു പോകേണ്ടി വന്ന വഴികൾ, ആ വഴികളിലൊക്കെ അപമാനവും കല്ലേറും ദാരിദ്ര്യവും വാളും പലായനവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിജീവിക്കുവാനായി കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നു. അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിച്ചു. മോളെ റോസ്, മാതൃത്വത്തിൻ്റെ മഹനീയത ഉയർത്തിപ്പിടിച്ച് നീ മറ്റു സ്ത്രീകൾക്ക് മാതൃകയാവണം. സഹായകനായ പരിശുദ്ധാത്മാവ് അതിന് നിന്നെ സഹായിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് താഴ്മയോടെ നിന്നാൽ മതി. നിനക്കറിയുമോ, തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ജീവൻ പോലും ത്യജിച്ച അമ്മമാരുണ്ട്. വിശുദ്ധ ജിയാന ബെരേറ്റ മോളിയ ഒരു ഉദാഹരണമാണ്. പട്ടിണിയിലും രോഗത്തിലും ക്ഷാമത്തിലും എന്തിനേറെ യുദ്ധമുഖത്തു പോലും തൻ്റെ ഉദരഫലത്തെ സംരക്ഷിക്കുവാൻ യത്നിക്കുന്ന അമ്മമാരുണ്ട്. റോസ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിന്റെ അമ്മ നിന്നെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നോ മോളെ നീ? ഭയപ്പെടേണ്ട, യേശുവിൽ ആശ്രയിക്കൂ. അവൻ പറയുന്നത് പോലെ ചെയ്യൂ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയുണ്ട്. മേരി, മേരി, എന്റെ ശത്രു, നീ ഇവിടെയോ? ആ, ഇല്ല, ഇല്ല, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. ആ, ആ, ആ. വഞ്ചകനും നുണയനുമായ സർപ്പമേ, എന്റെ മക്കളെ തൊടാൻ നീ ശ്രമിക്കരുത്. ഞാനിതാ എന്റെ മകൻ യേശുവിന്റെ നാമത്തിൽ ഉന്നതത്തിൽ നിന്ന് ലഭിച്ച ശക്തിയാൽ നിന്റെ കുടിലത നിറഞ്ഞ ശിരസ്സ് തകർക്കുന്നു. റോസ്, എങ്ങനെയുണ്ട് ഇപ്പോൾ? നന്നായി ഉറങ്ങിയോ? രാവിലെ 10 മണിക്കല്ലേ പ്രൊസീജർ? ആ കൺസെൻറ്റ് ഫോം ഇങ്ങ് തന്നേക്കൂ. സിസ്റ്റർ, ഇതാ കൺസെന്റ് ഫോം. എനിക്കിനി അബോർഷൻ വേണ്ട.
ഇന്നലെ രാത്രിയിൽ സ്വപ്നത്തിൽ ഒരു സ്ത്രീ കുഞ്ഞുമായി വന്നു. എന്നോട് കുറേ നേരം സംസാരിച്ചു. അവരുടെ സംസാരം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലെ കുഞ്ഞു ജീവൻ തുടിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഈ ഭൂമിയിൽ ദൈവം തന്ന ജന്മം ജീവിക്കുവാൻ വേണ്ടി ആ കുഞ്ഞ് എന്നോട് യാചിക്കുകയാണെന്നും പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ ആ ദീനരോദനം എൻ്റെ ചെവികളിൽ ഇപ്പോഴും മുഴങ്ങുന്നു. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ ഈ കുഞ്ഞിന് ജന്മം നൽകും. റോസ്, അത് മറ്റാരുമല്ല, നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെയാണ് നിന്റെ അടുത്ത് വന്നത്. അതെ സിസ്റ്റർ, എനിക്കിപ്പോൾ എല്ലാം വ്യക്തമാവുന്നു. എൻ്റെ ഉദരത്തിലെ കുഞ്ഞു ജീവന്റെ യാചന, സ്വന്തം അമ്മയായ എന്നോട് എന്നെ കൊല്ലല്ലേ എന്ന ആ യാചന, ആ രോദനം എനിക്ക് വെളിവാക്കി തന്നത് നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപേ തന്നെ ഞങ്ങളെ അറിയുന്ന നല്ല ദൈവം